ഹലോ. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ബി എഡ് എടുത്തിട്ട് എന്താ ചെയ്യുക, ബി എഡ് എടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ഈ ഒരു സാഹചര്യത്തിൽ ബി എഡ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അതായത് നിങ്ങൾക്ക് ടീച്ചറാവണമെന്ന് അത്രയും അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബി എഡ് എടുക്കാം കേട്ടോ. ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ. സോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സത്യത്തില് നീ ആരാ? അല്ലാതെ സെൽഫ് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെയെന്ന് പറഞ്ഞാൽ നല്ല പൈസ ഇറക്കണം. അപ്പോൾ സെൽഫ് ഫിനാൻസ് അല്ല, അതിലും കിട്ടിയില്ല, കിട്ടാത്ത സാഹചര്യം ഉണ്ടാവാട്ടെ. കാരണം നമ്മൾ മാർക്കിൻ്റെ വെയിറ്റേജിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടല്ലേ നല്ലോണം ഇപ്പോൾ അല്ലേ മാനേജ്മെൻറ്റിലൊക്കെ പൈസ കൊടുത്ത് കയറാൻ അതിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ മേടിക്കണ്ട, എവിടെ വേണമെങ്കിൽ സീറ്റ് കിട്ടും. അല്ല, അത്യാവശ്യം നല്ലോണം മാർക്ക് വാങ്ങിച്ചിട്ട് വേണം ബി എഡിന് ചെന്ന് ജോയിൻ ചെയ്യാൻ. അപ്പോൾ കൊമേഴ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് കഴിഞ്ഞിരിക്കണം, പി ജി കഴിഞ്ഞിരിക്കണം. പി ജി കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ബി എഡിന് അഡ്മിഷൻ കിട്ടുള്ളൂ. സോ അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ബി എഡിന് ഒരു അഡ്മിഷൻ കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബി എഡ് ചെയ്യണം, ടീച്ചറാവണം എന്നൊക്കെ പറയാനുണ്ടല്ലോ. ബി എഡ് ചെയ്തതിനെക്കാട്ടി മുന്നേ ഒരു കാര്യം ചിന്തിക്കുക, ഒന്നില്ലെങ്കിൽ കയ്യിൽ പൈസ വേണം, അല്ലെങ്കിൽ തലയ്ക്കകത്ത് നല്ലോണം വേണം. ഈ രണ്ട് കാര്യമില്ലാതെ ബി എഡ് പഠിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. സീരിയസ്ലി, കയ്യിൽ പൈസ വേണമെന്ന് ഉദ്ദേശിക്കുന്നത് അത് കുറേ വാരി വലിച്ച് പൈസ ഉണ്ടാക്കണം അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് വഴി എയ്ഡഡ് സ്കൂളുകളിൽ കോളേജസിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത്യാവശ്യം നല്ല ഡൊണേഷൻ കൊടുക്കണം. ദെൻ സെക്കൻഡ് ഓപ്ഷൻ മണ്ടയ്ക്കകത്ത് എന്തെങ്കിലും വേണമെന്ന് പറയുന്നത് അത്യാവശ്യമല്ല, അതിൽ കൂടുതലായിട്ട് സ്മാർട്ട് വർക്കോ ഹാർഡ് വർക്കോ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ അതെല്ലാം എക്സ്ട്രീം ലെവലിലേക്ക് എത്തി എവിടെ കയറണം, പി എസ് സി ലിസ്റ്റിൽ കയറണം. സോ അതിന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ആ എക്സാമൊക്കെ എഴുതിയ ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന്. സോ ഈ രണ്ട് ഓപ്ഷനിലാണ് നമുക്ക് എന്ത് കിട്ടുക, ടീച്ചിങ് ജോബ് പെർമനൻ്റായി കിട്ടുക. അല്ലെങ്കിൽ ഉള്ള വേറൊരു അവസ്ഥയാണ്, അതൊരു നമുക്കറിയാലോ, ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും അതിന് പോസിറ്റീവ് സൈഡും ഉണ്ടായിരിക്കും നെഗറ്റീവ് സൈഡും ഉണ്ടായിരിക്കും. പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ടീച്ചറാവുക എന്ന് പറയാൻ നമ്മുടെ ചുറ്റും നിറയെ മക്കളായിരിക്കും, നിറയെ കുട്ടികൾ, ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, നിറയെ കുട്ടികളായിരിക്കും അല്ലേ. അവരുടെ ഇടയിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്, നല്ലൊരു ജോബാണത് അല്ലേ. നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് നടത്താൻ പറ്റുന്നത്, നന്നായി സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ നല്ലൊരു എന്താ പറയുക, മോട്ടിവേറ്റ് ചെയ്യാനും കുട്ടികളുടെ അടുത്ത് നല്ലോണം ഇൻട്രാക്ട് ചെയ്യാനൊക്കെ അറിയുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അല്ലാതെ പിന്നെ അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ ഒരുപാടുണ്ട്. നമുക്ക് സേഫായിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണെന്ന് തന്നെ നമുക്ക് പറയാം. ബാക്കിയുള്ളതിന് സെക്യൂരിറ്റി ഇല്ല എന്നല്ല കേട്ടോ, സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ പറയല്ലേ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗുഡ് വൺ. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ പെർമനൻ്റായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് പാടാണ്. കിട്ടിയവർക്ക് അത് ഈസിയാണ്, സിമ്പിളാണ് എന്നൊക്കെ പറയാം. പക്ഷേ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അതെന്താണ്, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കിട്ടിക്കഴിഞ്ഞവർ പറയും വെരി സിമ്പിൾ, നീ എന്താ പഠിക്കാത്ത, നിനക്ക് എന്താ കിട്ടാത്ത, നീ ശ്രമിക്കാത്തതുകൊണ്ടാണ്. ഇത് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. സോ അവർ എന്ത് വേണമെങ്കിൽ അവർ പറയും. പിന്നെ വേറൊരു കാര്യം, ഗസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അക്കാദമിക് ഇയറിലേക്കോ അല്ലെങ്കിൽ മേ ബി പെർമനൻറ്റ് ജോലി വരുമ്പോൾ അതുവരെയുള്ള പീരീഡ്, ചിലപ്പോൾ നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തു 5 ദിവസത്തിനുള്ളിൽ പെർമനൻറ്റ് ടീച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോയി. സോ അങ്ങനെ ഒരു ഗസ്റ്റ് വാക്കൻസി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാക്കൻസിയിൽ നമുക്ക് ടീച്ചിങ് ജോബ് ചെയ്യാം. ദെൻ പിന്നെ പറയാനുള്ളത്, അത് എല്ലാ വർഷവും നമ്മളിങ്ങനെ ഓരോ സ്കൂളുകളിലും കയറി ഇറങ്ങി എന്ത് ചെയ്യണം,
ജോലിയുണ്ടോ നോക്കി അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ട്, അതാണ് ഗസ്റ്റുകളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. വാല്യൂ തരുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം, പ്രൈവറ്റ് സ്കൂളുകൾ ഇതേപോലെ പ്രൈവറ്റ് കോളേജസിലൊക്കെ പഠിപ്പിക്കാം. B.Ed ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എന്തായിരിക്കും, നമുക്ക് പ്രയോറിറ്റി കൂടുതലായിരിക്കും. B.Ed മാത്രമല്ല, നമ്മളിപ്പോൾ ഏത് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഹയർ സെക്കൻഡറി ആണെങ്കിൽ സെറ്റ് കമ്പൽസറി ആണ്, കോളേജ് ആണെങ്കിൽ നെറ്റ്, PhD ഇത് കമ്പൽസറി ആണ്. ചെറിയ ക്ലാസ്സിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ TTC പഠിക്കണം, കാറ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാറ്റഗറിയാണ്. സോ ഈ എക്സാം B.Ed കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനായിട്ട് ആ പ്രൊഫഷനിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു എലിജിബിലിറ്റി ടെസ്റ്റ് കൂടി ഉണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യണം, പാസ്സാകണം. സോ സിമ്പിൾ കാര്യമല്ല, വളരെ ദുർഘടം പിടിച്ച ഒരുപാട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കടക്കാനുണ്ട. പക്ഷേ ഇതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പേടിയും മേടിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. അല്ലാതെ ഈ വീട്ടിൽ നിന്നൊക്കെ കമ്പൽ ചെയ്യുന്നവർ, സേഫായുള്ള ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. പ്രൈവറ്റ് സ്കൂളിലത്തെ കാര്യങ്ങളും കോളേജസിലത്തെ കാര്യങ്ങളൊന്നും പിന്നെ പറയേ വേണ്ട, അത് വളരെ ലോ ആയിരിക്കും. പിന്നെ പണി അത് വളരെ കൂടുതലായിരിക്കും. ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി പോവാം കേട്ടോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ B.Ed എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ഇന്നത്തെ കേസിൽ B.Ed ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇനിയൊക്കെ കോമൺ ആയി വരികയാണ്. B.Ed എന്ന് പറയുന്നത് ഇതുവരെയൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സ്, സെപ്പറേറ്റ് പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സാണ്. ഇനി അങ്ങോട്ട് എന്താണ്, ഇൻ്റഗ്രേറ്റഡ് ആയില്ലേ. സോ പഠിച്ചിറങ്ങുന്നവരിൽ മൊത്തം ആളുകളും ചിലപ്പോൾ B.Ed കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ എക്സാം ആയിരിക്കില്ല, നമ്മുടെ ആ എലിജിബിലിറ്റി ടെസ്റ്റിനൊക്കെ കുറച്ചുകൂടി കാഠിന്യം കൂട്ടുമായിരിക്കും. അറിയില്ല, നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് B.Edൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയുന്നത്. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേരുക, ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ചേരുകയേ വേണ്ട. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ കൊമേഴ്സുകാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. നമ്മൾ ഈ PG ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ ഒരുമാതിരി ഏജാവും. അതിനുശേഷം വീണ്ടും 2 വർഷം B.Ed കഴിയണം. B.Ed കഴിഞ്ഞ് അതിൻ്റെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പാസ്സാവാൻ അത് വേറെ. പിന്നെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്താ പറയുക, അത്യാവശ്യം ഏജ് അങ്ങനെ പോകും. സോ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് B.Ed ചെയ്യാം. അല്ലാത്തവർ ഒന്നൊരിക്കൽ റീതിങ്ക് ചെയ്തോളൂ. നിങ്ങൾ +2 കഴിഞ്ഞ് ഡിഗ്രി അപ്പുറത്തെ സൈഡിൽ കൂടെ എടുത്തോ, ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുകയായിരിക്കും വേറൊരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം അല്ലേ, മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.